ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗുഡ് മോർണിംഗ് വീഡിയോ അല്ല, ഗുഡ് നൈറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മോർണിംഗിനൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേനും മറ്റേ ഗുഡ് നൈറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറയാം കേട്ടോ ആദ്യം. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് പറഞ്ഞിട്ടുള്ള തന്നെ കേട്ടോ, 2-3 വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ പെങ്ങന്മാരെ കുറിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഇന്നും പറയാൻ വന്നത്. അപ്പോൾ പെങ്ങന്മാർ വന്നു പോയാൽ, പെങ്ങന്മാർ വന്ന് 4 ദിവസം നിന്ന് പോയാൽ ഉമ്മാരുടെ സ്വഭാവമൊക്കെ 4 ദിവസത്തിന് പിന്നെ എന്താണ് പൂച്ചനെ പിടിച്ച് മുഖത്തൊക്കെ ഇട്ട പോലെയാണ്. മരിയോളുടെ നേരെ മോൻ്റെ നേരെയൊക്കെ അതുവരെ നല്ല സന്തോഷത്തിലിരുന്ന മകനും മരിയോളൊക്കെ ആവും. മോള് വന്ന് 4 ദിവസം നിന്ന് പോയാൽ പിന്നെ ഉമ്മയുടെ സ്വഭാവം മാറുന്നിട്ട് അവൻ പറയുന്നത്. അപ്പോൾ പെങ്ങന്മാരോടൊക്കെ ഒന്ന് പറയാണ്ട്, എന്താ വെച്ചാൽ നിങ്ങൾക്ക് കെട്ടിച്ച് കല്യാണം കഴിച്ച് തന്നതല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട് എന്ന് പറയണത് ഭർത്താവിൻ്റെ വീടാണ്. നിങ്ങൾ അവിടെ നിന്നാൽ മതി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ വരണ്ടെന്നിട്ടാ പറയണേ, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉമ്മാൻ്റെ കോലം മാറ്റാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ അത് അവൻ്റെ ഭാര്യയോട് പറയാന്ന് വിചാരിച്ചോ. ഈ അങ്ങോട്ട് പോകണ്ട, എൻ്റെ ആങ്ങളന്മാരൊക്കെ അവിടെ കല്യാണം കഴിച്ചു കൊടുന്ന് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഉമ്മയും ബാപ്പയും അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് ഈ പോകണ്ട, ഈ എന്തിനാ അവിടെ കാര്യം നോക്കാൻ പോണ്, അതല്ലെങ്കിൽ ഈ എന്തിനാ പിന്നെ എൻ്റെ ഉമ്മാനെ സ്നേഹിക്കാൻ പോണ്, അവിടെ മരുമകളില്ലേ സ്നേഹിക്കാൻ, ആങ്ങളാരില്ലേ സ്നേഹിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കുമോ? ഈ അങ്ങോട്ട് പോകണ്ട, കാലാകാലം എൻ്റെ അങ്ങോട്ട് കെട്ടി പിടിച്ച് ഇതാണ് എൻ്റെ വീടെന്നും പറഞ്ഞിട്ട് ഒരു ജന്മം മുഴുവനും അതിൻ്റെ ഉള്ളിൽ സ്വന്തം വീട്ടിൽ പോവാതെ ഉപ്പാരെ കൂടെ ഉമ്മാരെ കൂടെ ഒരു 2 ദിവസം നിൽക്കാനൊന്നും പറഞ്ഞേക്കാതെ നിർത്തിയാൽ അവർ നിൽക്കുമോ? നിൽക്കൂല. ഇന്നത്തെ പെണ്ണുങ്ങൾ തീരെ നിൽക്കൂല. അപ്പോൾ അവനവൻ്റെ ഉപ്പാനും ഉമ്മാനൊക്കെ കാണാൻ കെട്ടിച്ചു കൊടുത്തോണ്ടൊന്നും ബാധ്യത തീരൂല. പിന്നെ ഒരിക്കലും ഭർത്താവിൻ്റെ വീട് ശാശ്വതമായൊരു വീടല്ല. കാരണം എന്താ പറയുക, ഈ ഭർത്താവിൻ്റെ ചോറാണ് ഏറ്റവും ഉറപ്പുള്ള ചോറ് എന്ന് പറയും. പക്ഷെ എന്നാൽ തീരെ ഒരു ഉറപ്പില്ലാത്ത ചോറ് ഭർത്താവിൻ്റെ ചോറ് തന്നെയാണ്. ഭർത്താവ് തരുന്ന ചോറിന് തന്നെയാണ് തീരെ ഉറപ്പില്ലാത്തതും. അതുപോലെ തന്നെയാണ് ആ വീടും. ആ വീടിനും ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ വീട് പറയുമ്പോൾ അതെൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്മൾ ഗമ പറയുമോ അല്ലെങ്കിൽ അധികാരം പറയുകയൊക്കെ ചെയ്യൂലേ. പക്ഷെ നമുക്ക് ഒട്ടും ശാശ്വതം അല്ലാത്തതും ഇന്ന് വൈകുന്നേരം ഉറങ്ങി നാളെ ഉറങ്ങാൻ പറ്റും എന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത വീടാണ് ഭർത്താവിൻ്റെ വീട്. അപ്പോൾ ഈ ഞെട്ടിമെന്നറ്റാൽ കടക്കലക്കാണ് വീഴാന്ന് പറയില്ലേ, എല്ലയുടെ കാര്യത്തിൽ അങ്ങനെ പറയില്ല. അതുപോലെയാണ് ഈ പെൺകുട്ടികളെ കെട്ടിച്ച് വിടുന്ന കാര്യങ്ങൾ. അവിടെ നിന്ന് നമ്മുടെ മക്കളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലോ, അതല്ലെങ്കിൽ നമ്മുടെ മകളെ അവർക്ക് മതിയായി എന്ന് തോന്നുമ്പോഴോ, അതല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ നമ്മൾ കെട്ടിച്ചെടുത്ത പെൺകുട്ടികളിൽ നിന്ന് അവർക്കൊരു മോചനം വേണം. ഇവളിനി ഇവിടെ വേണ്ടാന്ന് തോന്നിയിട്ട് അവരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു വിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോഴൊക്കെ വന്ന് വീഴേണ്ട സ്ഥലമാണ് അവനവൻ്റെ വീട് എന്ന് പറയണത്. അപ്പോൾ അവിടെയുള്ള ആങ്ങളന്മാരും ഉമ്മയും ബാപ്പയും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നിന്റെ ഭർത്താവിൻ്റെ വീട് അവിടെ ഇല്ലേ, അവിടൊക്കെ അല്ലേ കെട്ടിച്ച് വന്ന് അവിടെ നിന്നൂടെ എന്ന് പറയുമ്പോൾ ഇവൾക്ക് കയറി ചെല്ലാനൊരു ഇടയില്ലാണ്ടാവണം. അപ്പോഴാണ് ഈ ആത്മഹത്യയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കണതും ആത്മഹത്യ ചെയ്യണതൊക്കെ അങ്ങനെയാണ്. പിന്നെ അതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മകൾക്കൊരിക്കലും
മരുമകൾക്ക് ഒരിക്കലും മകളാവാൻ പറ്റൂല, അമ്മായിയമ്മക്ക് ഒരിക്കലും ഉമ്മ ആവാനും പറ്റൂല. അതിനിപ്പോൾ എത്ര കരളിലും ജീവിക്കണ അമ്മായിയമ്മയും മരുമകളായാലും അവർക്ക് തമ്മിൽ ഒരിക്കലും അത് സ്വന്തം മരുമകൾക്കും സ്വന്തം അമ്മയായിട്ട് കാണാനും പറ്റില്ല, ഉമ്മാക്ക് അത് സ്വന്തം മോളായിട്ടും കാണാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ ഉമ്മമാർ കുറച്ചൊക്കെ അഭിനയിക്കുന്നുണ്ട്, അതെൻ്റെ മോൾ തന്നെയാണ്, അല്ലെങ്കിൽ അത് നമ്മളോട് പറയുമ്പോൾ അങ്ങനെ പറയാം, അതിപ്പോൾ മരുമകളൊന്നല്ല എൻ്റെ മോൾ തന്നെയാണ് എന്ന് വെറുതെ ഇങ്ങനെ നാവുകൊണ്ട് പറയും, മനസ്സിലൊന്നും തട്ടിയിട്ടല്ല അത്. അതേപോലെ തന്നെ പിന്നെ മരുമകൾക്ക് തോന്നും വേണം, എൻ്റെ അമ്മായിമ്മക്ക് എന്നോട് പോരൊന്നുമില്ലാന്ന് തോന്നും വേണം. അതിന് വേണ്ടിയിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഉള്ളിലിട്ടിട്ട് കടിച്ചു മുറുക്കി, പുറമെ ചിരിച്ച് കാണിച്ചിട്ട് ഉള്ളിലിട്ട് കടിച്ചു മുറിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും ഭർത്താവിൻ്റെ വീട് ഒരു പെണ്ണിന് ശാശ്വതമല്ല, അത് അത്ര കൊണ്ട് ഒരു ഉറപ്പുള്ള വീടുമല്ല. അവരവരെ വീട്ടിലേക്ക് വരും. അപ്പോൾ എല്ലാ ഉമ്മമാരോടുള്ള സങ്കടങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഉമ്മമാർക്ക് നാത്തുമാരെ കുറ്റമൊന്നല്ല പറയണത്, അവരുടെ വിഷമങ്ങളാവും അവർ പറയണ്ടാവുക. അപ്പോൾ ഉമ്മമാരോടൊന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. ഒന്നും സാരില്ല മോളെ, അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം, അല്ലെങ്കിൽ അവർക്ക് ശരിയാവും എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് സമാധാനം ഉണ്ടാവില്ലേ. അപ്പം അതൊക്കെ പറയാൻ വേണ്ടി അങ്ങനത്തെ സംസാരങ്ങൾ. അപ്പോൾ ഉമ്മാക്ക് ചിലപ്പോൾ മരുമകളുടെ കുറ്റം പെങ്ങൾ വന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നല്ല, ഉമ്മയുടെ സ്വഭാവം കുറച്ച് ദിവസത്തേക്ക് മാറുന്നുണ്ടാവുക. കാരണം ഉമ്മാക്ക് മകളുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മയുടെ മനസ്സിലും വിഷമാവുകയാണ്. അതായത് ചിലപ്പോൾ ഉമ്മ ഒന്നിനും മകളുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കാൻ പ്രാപ്തിയുള്ള ഉമ്മാവില്ല. ചിലപ്പോൾ വരുമാനമൊന്നും ഉണ്ടാവില്ല, മകൻ്റെ ചിലവിലവൻ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഉപ്പ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉപ്പാക്ക് അധ്വാനിക്കാൻ പോവാത്ത അവസ്ഥയില്ല, വയ്യാത്ത അവസ്ഥയൊക്കെ ആയിണ്ടാവും. അപ്പോൾ ആ ഒരു വിഷമമാണ് ഉമ്മ കാണിക്കുന്നുണ്ടാവുക. ഉമ്മയുടെ മനസ്സിൽ കുറച്ച് ദിവസത്തേക്ക് മോള് വന്നു പോയാൽ കുറച്ച് ദിവസത്തേക്ക് ഉമ്മാക്കൊരു വിഷമം ഉണ്ടാവും. അപ്പം അത് ആങ്ങളമാരെ തെറ്റിദ്ധാരണയാണ്. അത് അവൾ വന്നിട്ടേ എൻ്റെ ഭാര്യയുടെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടാണ്, എൻ്റെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ എന്താ അങ്ങനെ ഇവിടെ എന്താ ഇങ്ങനെയെന്ന് മകള് പറഞ്ഞ് തിരിപ്പിച്ചിട്ടാണ് ഉമ്മയുടെ സ്വഭാവം 4 ദിവസത്തിന് മാറിയത്, ഉമ്മയുടെ മുഖം വീർത്തിരിക്കുന്നതൊക്കെ. സംഭവം അതൊന്നും ആവില്ല, ഇതാവും സംഭവം ഇതാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉമ്മാക്ക് ഭക്ഷണം ഇറങ്ങില്ല, എല്ലാവരോടും ദേഷ്യം തോന്നും, വിഷമം തോന്നും, സംഭവം ഇതാവുമായിരിക്കും. അപ്പം അത് വിചാരിച്ചിട്ട് നമുക്ക് സ്വന്തം ആങ്ങളമാരുണ്ട് വെച്ചിട്ട് കെട്ടിച്ച പെൺകുട്ടികൾക്ക് വരണ്ടേ, നിൽക്കണ്ടേ. ഞാനതിനോടൊന്നും താല്പര്യമുള്ള ആളല്ല. പിന്നെ എവിടെയെങ്കിലും ഒരിക്കലും ഒതുങ്ങി നിൽക്കുക, ഒന്നുമല്ല ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരിത്തിരി സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുക എന്നുള്ള ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ അതിന് രണ്ടിടത്തും നിൽക്കാൻ പറ്റുന്നില്ലേ, ഒരു ചെറ്റക്കുടിയിലും വെച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഒരു വാടക വീടയിൽ എടുത്തിട്ട് മാറിയിട്ട് അവിടെ ഒതുങ്ങി ജീവിക്കും. അതാണ് എൻ്റെ ഒരു ഇതാണ്. അങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്കൊന്നും അങ്ങനെ നിൽക്കാനൊന്നും പോണ ആളല്ല, എനിക്കത് ഇഷ്ടമല്ല. വിചാരിച്ചിട്ട് ഭർത്താക്കന്മാരുടെ വീട്ടിൽ കൂട്ടുകുടുംബത്തിലൊക്കെ നിൽക്കണവർക്ക് അങ്ങനെ അങ്ങോട്ട് അവനവൻ്റെ വീട്ടിലൊന്നും പോവാതെ കാലാകാലം ഇങ്ങനെ അടിപ്പറിട്ട് കിടക്കാനൊന്നും പറ്റില്ല. അത് അതിൻ്റെ കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പോൾ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ വീട്ടിൽ പോവാതെ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒറ്റക്കാണെങ്കിൽ ഓക്കെ, അന്ന് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ശല്യം ചെയ്യാൻ ഉമ്മമാരുടെ അടുത്ത് ചിലപ്പോൾ ചില കുട്ടികൾ എന്ത് വിഷമം ഉണ്ടായാലും ഉമ്മമാരോട് പറയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ ആങ്ങളന്മാരെ ഭാര്യമാർ പറയുന്നത് അവരൊന്നും ഞങ്ങൾക്ക് ശല്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളോട് പോരൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ചില പെൺകുട്ടികൾക്ക് അറിയാം, ഞാനിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ എൻ്റെ ഉമ്മയോട് പറഞ്ഞാൽ എൻ്റെ ഉമ്മക്ക് അത് വിഷമാവും. അപ്പോൾ കുറച്ച് ദിവസം ഉമ്മക്ക് ചിലപ്പോൾ അന്നിറങ്ങില്ല, ചായ ഇറങ്ങില്ല, വെള്ളം ഇറങ്ങില്ല. അപ്പോൾ അത് നാത്തുമാർക്ക് കാണുമ്പോൾ വിഷമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ മനഃപൂർവ്വം പല കാര്യങ്ങൾ പറയാതിരിക്കുന്നുണ്ടാവും. ചിലവർക്ക് അങ്ങനെയല്ല, ചിലവർക്കൊന്ന് വന്നാൽ മതി, ഉമ്മാനൊക്കെ മാപ്പാനി കണ്ടാൽ മതി, എന്തേ നമ്മുടെ ബേജാറും വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി വെച്ചിട്ടാവും ഈ പഞ്ഞു വരുന്നുണ്ടാവുക. അപ്പോൾ അതിനല്ലാണ്ട് ഇപ്പോൾ നാത്തുമാർ പെങ്ങന്മാർ വന്നിട്ട് ആങ്ങളമാരുടെ പെണ്ണുങ്ങളുടെയും അവരെ മക്കളുടെ ഒന്നും കുറ്റം പറഞ്ഞു കൊടുത്തിട്ടല്ല ഉമ്മമാരുടെ 4 ദിവസത്തെ ദേഷ്യം കോപമൊക്കെ കാണിക്കണത്. അത്
ഇതാണ് സംഭവം എന്ന് പറയുന്നുട്ടോ ഞാൻ. അപ്പോൾ അത് കുറേ 2-3 വീഡിയോ ആയിട്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണത്. അങ്ങനത്തെ വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊരു നിസ്സാരാക്കിയിട്ട് ചവിട്ടി തേച്ചിട്ട് പറയാന്നുള്ളത്. പെങ്ങന്മാരെ കെട്ടിച്ചോർത്ത് ഭർത്താവ്, നിങ്ങളുടെ വീട് ഭർത്താവിൻ്റെ വീടല്ല, നിങ്ങൾ അവിടെ നിന്നാൽ പോരെ, നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വരുന്നേ, ഇവിടെ ഉമ്മാക്ക് വാപ്പാടും ഞങ്ങളുടെ നാത്തൂമാരെ കുറ്റം പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തിനും ഇങ്ങോട്ട് വരുന്നേന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും കേട്ടോ. ആ വീഡിയോ ഇട്ട ആളിപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളാവില്ല, പക്ഷെ വീഡിയോ ഇട്ടത് അങ്ങനെയാണ് മാത്രം. അപ്പോൾ പറയണ ഇനി വരണ എന്താ വെച്ചാൽ അവരവരുടെ വീട്ടിലേക്കൊന്ന് വരണേന് അവരാൻ്റെ വീട്ടിലേക്ക് തന്നെ വരിക, അല്ലാതെ ആരാൻ്റെ അവർക്ക് നമുക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ പലരും ആത്മഹത്യ ചെയ്യണത്. അപ്പം എല്ലാവരും വിചാരിക്കേണ്ടത് വെച്ചെങ്കിൽ ആയുസോടെ എവിടെയെങ്കിലും പോയിട്ടുള്ളത് കുടിച്ചിട്ട് ആയുസോടെ ഇരുന്നോട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ വരുമ്പോൾ മോന്ത കർപ്പിക്കുക, ചവിട്ടിത്തേക്കുക എന്നും കൊണ്ടുവന്നിരുന്ന സാധനങ്ങൾ ചില വീട്ടുകളില്ലേ ആങ്ങളമാർ ഉമ്മാക്കും വാപ്പാക്കും മാത്രമല്ല തിന്നാൻ കൊടുക്കണ്ടുള്ളൂ, പിന്നെ ഭാര്യക്കും മക്കൾക്ക് പിന്നെ എന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും, മേടിക്കും ഒക്കെ ചെയ്യും. പെങ്ങന്മാർ വന്നാൽ ഒന്നും കൊണ്ടുവരില്ല, ഒരു സാധനം മേടിക്കൂല, കൊണ്ടുവരില്ല. അപ്പോൾ അതും കാണുമ്പോഴും ഉമ്മമാർക്കും അപ്പാർക്കും വിഷമാകും. ചിലപ്പോൾ അവരത്ത് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അവരത്ത് 10-500 ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങാനും പറ്റില്ലത് കൊണ്ടുപോയിട്ട്. ഇനി മോനെന്താ പറയണാവോ, മരിയോളെന്താ പറയണാവോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ വീടുകളുണ്ടാവും. അപ്പം എല്ലാവരും അങ്ങനെയൊന്നും അല്ലാട്ടോ പറയണത്, അത് പറഞ്ഞപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ കേസുകളുണ്ടാവും. ആങ്ങളമാർ പെങ്ങന്മാർ എന്നാവണത് എപ്പോഴാണ്? ഈ കല്യാണം കഴിക്കണോടോടുകൂടിയാണ്. അതുവരെ എൻ്റെ സഹോദരി, എൻ്റെ എണ്ണ, എൻ്റെ തൊണ, ഒരു പാത്രത്തിൽ തിന്നണ്, ഒരു പാത്രത്തിൽ ഉറങ്ങാൻ, ഒരു പായയിൽ ഉറങ്ങണ് ഒക്കെ നമ്മുടേത് എന്നുണ്ടാവുള്ളൂ. കല്യാണം കഴിയണോടുകൂടിയൊക്കെ എൻ്റെത് ഇൻ്റെത് എന്നാവും. പെങ്ങന്മാരാവും, ആങ്ങളന്മാരാവും. അതൊരു എന്താ പറയുക, മോശമാക്കി പറയണ പോലെ പെങ്ങന്മാർ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ, അതേപോലെ ആങ്ങളന്മാരെന്നൊക്കെ പറയുമ്പോൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ് പറയുക. അതിന് ഒരു മോശമാക്കിയിട്ടൊന്നും ഒരു പെങ്ങന്മാരും പറയില്ല. പക്ഷെ ആങ്ങളന്മാർ പറയുമ്പോൾ അങ്ങനല്ല, പെങ്ങന്മാർ അവർ വന്നിട്ടുണ്ട്, അവരിനിയിപ്പോൾ എന്തൊക്കെയാണ് ആ ഉമ്മാട് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ വരുമ്പോഴത്തേനും ഇനിയിപ്പോൾ എന്താക്കേനാവുണ്ടാവുക. ഇനിയിപ്പോൾ വന്നു പോയ 4 ദിവസം ഉമ്മയും വാപ്പയും ചായയും കുടിക്കൂല, ചോറും തിന്നില്ല, അങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളല്ലേ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ 3-ാമത്തെ 4-ാമത്തെ ഒക്കെ വീഡിയോ ഇടണത്. എന്നാലും കേൾക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ തോന്നുള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പം ഞാനിവിടെ ഇരുന്ന് പണിയെടുക്കുകയാണ്. വെളുത്തുള്ളി എന്നാക്കട്ടെ ഞാൻ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ. സമയം കുറേ ആയി.